നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. IVF ചികിത്സാ രീതിയെക്കുറിച്ചും അതിൻ്റെ വിജയ സാധ്യതകളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം SAT ഹോസ്പിറ്റലിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ ആൻഡ് സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റെജി മോഹനാണ്. സർ, നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഈ ഒരു വിഷയത്തിലുള്ള സംശയങ്ങളുമായി പ്രേക്ഷകർക്കും താഴെ കാണുന്ന നമ്പറിൽ ഹലോ ഡോക്ടറിലേക്ക് വിളിക്കാവുന്നതാണ്. ഡോക്ടർ, നമ്മൾ ഈ ഒരു വിഷയം ഇന്ന് സംസാരിക്കുമ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ ഏറ്റവും ആദ്യം അറിയേണ്ടത് എന്താണ് IVF? സാധാരണ രീതിയിൽ സ്ത്രീകളുടെ അണ്ഡവാഹിനി കുഴൽ അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബിൽ നടക്കുന്ന ബീജവും അണ്ഡവും തമ്മിലുള്ള ഒരു സങ്കലനം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ലാബിൽ ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ഹസ്ബൻഡിൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും തമ്മിൽ യോജിപ്പിച്ച് ഒരു ഭ്രൂണമായിട്ട് വളർത്തി ഒരു 5 ദിവസം വരെ വളർത്തി നമ്മൾ തിരിച്ച് ഭ്രൂണത്തെ സ്ത്രീയുടെ ഗർഭപാത്രത്തിൻ്റെ അകത്തോട്ട് നിക്ഷേപിക്കുന്ന ഒരു രീതിയാണ് IVF എന്ന് ലളിതമായിട്ട് പറയാം. ഡോക്ടർ, വന്ധ്യത എന്ന് പറയുന്നതിൻ്റെ ഒരു പരിഹാരമായിട്ടാണ് പലപ്പോഴും നമ്മൾ IVF-നെ കാണുന്നത്. എപ്പോഴാണ് ഒരു ദമ്പതി IVF ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടി വരുന്നത്? ഈ വന്ധ്യത എന്ന് വിളിക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് 1 വർഷത്തോളം ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച് കുഞ്ഞുങ്ങളുണ്ടാവാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് വന്ധ്യതയ്ക്ക് വേണ്ടി സാധാരണ രീതിയിൽ ചികിത്സകൾ തേടുന്നത്. അപ്പോൾ എല്ലാ ചികിത്സകളും ഈ വന്ധ്യതയ്ക്കുള്ള കാരണങ്ങളും IVF വേണമെന്നില്ല. ചില നമ്മൾ ഒരുപാട് ചിലപ്പം സാധാരണ രീതിയിലുള്ള വന്ധ്യതാ ചികിത്സകളെല്ലാം പരാജയപ്പെട്ട ശേഷം നമ്മൾ IVF-ലോട്ട് പോകാറുണ്ട്. അതുകൂടാതെ തന്നെ സ്ത്രീക്കും പുരുഷനും പല പല അസുഖങ്ങളുണ്ടാവാം. ആ അസുഖങ്ങൾക്ക് ഒരു IVF ഒരു ഉപാധിയായിട്ട് നമ്മൾ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം സ്ത്രീകൾക്ക് ആദ്യം നമുക്ക് IVF ഉണ്ടായത് തന്നെ അണ്ഡവാഹിനി കുഴലിലുള്ള ഒരു തടസ്സം അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലിലുള്ള എന്തെങ്കിലും ഒരു അസുഖം കാരണം അണ്ഡവാഹിനി കുഴലുകൾ അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുക, അത് ഒന്നാമത്തെ ഒരു ഇൻഡിക്കേഷനായിട്ട് നമുക്ക് IVF-ന് എടുക്കാം. 2, ഇപ്പം ഓവുലേഷൻ തകരാറുകൾ നമുക്ക് ഇഷ്ടംപോലെ കാണാറുണ്ട്, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസൊക്കെ. അതിലൊരു ഫസ്റ്റ് നമ്മളെപ്പോഴും ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റാണ് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസിൽ നമ്മൾ പറയുന്നത്. രണ്ടാമത് നമ്മൾ അണ്ഡോൽപാദനം നടക്കാനുള്ള മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ കഴിയും. ഇതെല്ലാം പരാജയപ്പെട്ടാൽ നമ്മളൊരു 3ാമത്തെ ഉപാധിയായിട്ട് IVF കാണാറുണ്ട്. ഇതുകൂടാതെ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. ഈ അസുഖത്തിൻ്റെ സ്റ്റേജ് കൂടുന്തോറും ഈ IVF നമ്മളിപ്പോൾ സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4 ചിലപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ IVF ചെയ്യേണ്ടി വരും. അതുകൂടാതെ സ്ത്രീകളുടെ വയസ്സ് വളരെ പ്രധാനമാണ്. അവർക്ക് അണ്ഡോൽപാദന ശേഷി ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രമാതീതമായിട്ട് അത് കുറഞ്ഞു വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ നമ്മൾ ആവശ്യത്തിന് ശ്രമിച്ച ശേഷം പരാജയപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് IVF-ലോട്ട് കടക്കാം. അതുകൂടാതെ നമുക്കിപ്പോൾ പുരുഷന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ബീജത്തിൻ്റെ കൗണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ബീജ പരിശോധന നടത്തുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അതിൻ്റെ കൗണ്ട് അല്ലെങ്കിൽ എണ്ണം, ബീജത്തിൻ്റെ ആകൃതിയിലുള്ള വ്യത്യാസം, അല്ലാതെ 3ാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചലനശേഷി. അപ്പോൾ തീരെ ബീജം കുറഞ്ഞൊരവസ്ഥയുണ്ട്, അസൂസ്പം എന്ന് പറഞ്ഞത്. അത് പുറത്ത് ബീജം വരാതെ അകത്തെ ടെസ്റ്റിസിനുള്ളിൽ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പം ഈ വൃഷ്ണത്തിനുള്ളിൽ അല്ലെങ്കിൽ ടെസ്റ്റിസിനുള്ളിൽ നിന്ന് നമ്മൾ ബീജം കുത്തിയെടുക്കുകയാണെങ്കിൽ തന്നെ അതിനെ നമുക്ക് IVF-ന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പുരുഷന്മാർക്കും നമുക്ക് IVF ചെയ്യാവുന്നതാണ്. അതുകൂടാതെ പുരുഷന്മാരുടെ കൗണ്ട് നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം നമ്മൾ ഒരു മിനിമം 15 മില്യൺ കൗണ്ടാണ് പറയുന്നത്. ഒരു 5 മുതൽ 15 വരെയൊക്കെ കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ, വേറെ പ്രശ്നങ്ങളോ സ്ത്രീകളുടെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലളിതമായ ചികിത്സകൾ വഴി നമുക്ക് വന്ധ്യതയെ അകറ്റാവുന്നതാണ്. പക്ഷേ ബാക്കിയുള്ള ചികിത്സകളെല്ലാം നമ്മൾ ഇപ്പോൾ പരാജയപ്പെടുകയാണെങ്കിൽ IVF തന്നെയായിരിക്കും ഉത്തരം. അതുകൂടാതെ 5 മില്യൺ കൗണ്ടെങ്കിൽ അതിൽ താഴെയാണ് കൗണ്ട് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും IVF നല്ലൊരു ഉപാധിയാണ് ഇങ്ങനെയുള്ള ദമ്പതിമാർക്ക്. ഡോക്ടർ പറഞ്ഞല്ലോ, 1 വർഷത്തിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു ചികിത്സാ രീതികളിലേക്ക് സാധാരണ പോകാറുള്ളതെന്ന്. ഒരു IVF-ന് മുമ്പ് എത്ര നാളത്തെ ഒരു കാത്തിരിപ്പായിരിക്കും വേണ്ടത്? ഏതായിരിക്കും ഏറ്റവും ഒരു ബെറ്റർ ടൈം IVF ചികിത്സയ്ക്ക് എടുക്കാൻ സാധിക്കുന്നത്?
ഞാൻ പറഞ്ഞത് IVF-ൻ്റെ ഡെഫിനിഷനാണ്. IVF അല്ല, വന്ധ്യതയുടെ ഡെഫിനിഷനാണ് ഞാൻ പറഞ്ഞത്. ഈ 12 മാസം ട്രൈ ചെയ്തിട്ടായില്ല എന്നുണ്ടെങ്കിൽ അത് വ്യത്യാസമുണ്ട്. 35 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 6 മാസത്തിനുള്ളിൽ തന്നെ 6 മാസം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചികിത്സ തേടാവുന്നതാണ്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡിക്കേഷൻസ് ഒരു ദമ്പതികൾക്ക് ഉണ്ടെങ്കിൽ, ഇപ്പം പുരുഷനാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും എന്തെങ്കിലും ഒരു മേജറായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് IVF ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡോക്ടറെ കാണാവുന്നതാണ്. ഇപ്പോൾ പുതിയ നിയമം 2021 പുതിയ ART ബില്ലൊക്കെ വന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു ബില്ല് വന്നത് ശേഷം നമ്മൾ ഈ IVF ഒക്കെ ചെയ്യുന്നത് ലെവൽ 2 ക്ലിനിക്കിൽ, ലെവൽ 2 സർട്ടിഫൈഡ് ക്ലിനിക്കിൽ മാത്രമേ IVF പോലെ സങ്കീർണമായിട്ടുള്ള ചികിത്സകൾ ചെയ്യാറുള്ളൂ. ഡോക്ടർ, IVF ചികിത്സയ്ക്ക് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദമാക്കാമോ? IVF ചികിത്സയ്ക്കായിട്ട് ഒരു ദമ്പതി നമ്മളുടെ അടുത്ത് വരികയാണെങ്കിൽ, ക്ലിനിക്കിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്ത്രീകളുടേതാണെങ്കിൽ നമുക്ക് ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യാറുണ്ടാവും. അതുകൂടാതെ സാധാരണ രീതിയിലുള്ള പരിശോധനകൾ വേണം. അതുകൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു സ്കാനിങ് ആണ്. നമ്മൾ സ്കാനിങ് ചെയ്യുമ്പോൾ അതിൽ ഗർഭാശയത്തിൻ്റെ അവസ്ഥ, അണ്ഡാശയത്തിൻ്റെ അവസ്ഥ, അണ്ഡാശയത്തിൽ എത്ര അണ്ഡങ്ങൾ ഉണ്ട് എന്നുള്ള ഏകദേശ കണക്ക്, ഇതൊക്കെ നമ്മൾ മാസമുറയുടെ 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം സാധാരണ രീതിയിൽ സ്കാൻ ചെയ്ത് നിർണ്ണയിക്കാറുണ്ട്. അതുകൂടാതെ പുരുഷന്മാരിലാണെങ്കിൽ നമ്മൾ ബീജത്തിൻ്റെ കൗണ്ട് നോക്കാറുണ്ട്. അതുകൂടാതെ നമ്മളതിനെ ഒന്ന് ശീതീകരിച്ചുകൂടെ IVF-ന് മുൻപ് വയ്ക്കാറുണ്ട്. IVF-ന് തയ്യാറെടുക്കുന്ന ദമ്പതികൾ എപ്പോഴും നമ്മളൊരു ഐഡിയൽ ബോഡി വെയ്റ്റിന് വേണ്ടി ശ്രമിക്കണം. ഒന്നാമത്തെ കാര്യം, വളരെയധികം സ്ട്രെസ്സുള്ളൊരു പ്രോസസ്സാണ് IVF. നമുക്ക് പല രീതിയിലുള്ള ചികിത്സകൾ കൊണ്ട് സ്ട്രെസ്സ് കഴിയുന്നതും ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഭക്ഷണ രീതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാബിറ്റ്സ്, അതായത് പുകവലി, മദ്യപാനം, അല്ലെങ്കിൽ ഒരു അമിതമായിട്ടുള്ള വണ്ണം, അതൊക്കെയുള്ളൊരു ദമ്പതിമാരാണെങ്കിൽ അവർക്ക് കഴിവതും ഒരു നോർമൽ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ IVF-ന് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഡോസും അതൊക്കെ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഡോക്ടർ, ഈ IVF-ൻ്റെ ഒരു ചികിത്സാ സാധ്യതയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിജയ സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ ചില സംശയങ്ങളുണ്ടാവാം. അതിനൊരു വിജയ സാധ്യതയെ നമുക്ക് എങ്ങനെ കണക്കിലാക്കാൻ പറ്റും? എന്തെങ്കിലും ഒരു സങ്കീർണതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? സാധാരണ രീതിയിൽ IVF-ൻ്റെ ഒരു ചികിത്സ വിജയസാധ്യത എന്ന് പറഞ്ഞാൽ ഏകദേശം 40 മുതൽ 45%. ലോകത്തിൻ്റെ ഏതൊരു കോണിലെ ആശുപത്രിയിൽ എടുത്ത് നോക്കിയായാലും ഒരു മാക്സിമം പോയാൽ 40-45% പഠനങ്ങൾ കാണിക്കുന്നതും മിക്കവാറും ഉള്ള എല്ലാ IVF സെൻറ്ററും പറയുന്നതും. ഇതിന് കാരണമുണ്ട്. ഇത് ഒരുപാട് കാര്യങ്ങളെ നിശ്ചയിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ വയസ്സിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഞാനിപ്പോൾ സൂചിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുടെ അണ്ടത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും, എണ്ണത്തിലും അതനുസരിച്ചിട്ടുള്ള അതിൻ്റെ മേന്മയിലുമുള്ള കുറവ് വളരെയധികം കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരിൽ താരതമ്യേന സക്സസ് റേറ്റ് കുറവായിരിക്കും. അതുകൂടാതെ അനുബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ലൈക്ക് എൻഡോമെട്രിയോസിസ് പോലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ബീജത്തിലുള്ള പ്രശ്നങ്ങൾ, വളരെയധികം ആകൃതിയിലൊക്കെ വ്യത്യാസമുള്ള ബീജങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ചലനശേഷി കുറവായിട്ടുള്ള ബീജങ്ങളുമായിട്ടൊക്കെയുള്ള സങ്കലനം ചെയ്യുകയാണെങ്കിൽ താരതമ്യേന IVF-ൻ്റെ വിജയസാധ്യത കുറവാണ്. എന്നിരുന്നാലും IUI, ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു രണ്ടാമത്തെ, ആദ്യം നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് നോക്കും, അത് കഴിഞ്ഞ് രണ്ടാമത്തെ രീതിയാണ് IUI എന്ന് പറഞ്ഞ ചികിത്സാ രീതി. അതിൻ്റെ സക്സസ് റേറ്റ് മാക്സിമം പോയാൽ ഒരു 10% വരെ ആണെങ്കിൽ IVF-ന് തീർച്ചയായിട്ടും നമുക്കൊരു 40% വരെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, പാലക്കാട് നിന്നും മുഹമ്മദ് ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. മുഹമ്മദ് പറഞ്ഞോളൂ. പാലക്കാട്. പിന്നീട് 13 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. പറഞ്ഞോളൂ. 13 കൊല്ലമായി. 13 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. പറയൂ മുഹമ്മദ്. മക്കളയക്കില്ല. അപ്പൊ ഞാൻ എല്ലായിടത്തും പോയിനു. ഇപ്പൊ ഒരു ഭാഗത്ത് എല്ലാ ഭാഗത്തും പോയയക്കി ഞാന്. അപ്പോ ബീജം കമ്മിയാണ്. കാണിക്കണം. IVF ചികിത്സ ചെയ്തിട്ടുണ്ടോ മുഹമ്മദ്? ഇല്ല, ചെയ്തിട്ടില്ല. ബീജം കമ്മിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് കൗണ്ട്, എത്ര കുറവാണെന്ന് പറയാൻ പറ്റുമോ? 0 ആണ്. ഓക്കെ. മുഹമ്മദിന് കൗണ്ട് 0 ആണ്. ഒരു 2 പ്രാവശ്യമെങ്കിലും മിനിമം ബീജം പരിശോധിച്ചിട്ട് 0 ആണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ അസൂസ്പെർമിയ എന്നാണ് പറയുന്നത്.
അസൂസ്പെർമിയ 2 തരത്തിലുണ്ട്. ബീജമില്ലാത്ത അവസ്ഥ 2 തരത്തിലുണ്ട്. ഒന്ന്, നമ്മുടെ വൃഷണസഞ്ചിയിൽ അല്ലെങ്കിൽ ടെസ്റ്റിസിൽ ബീജം ഉൽപ്പാദിപ്പിക്കുകയും അത് പുറത്തോട്ട് വരാനുള്ള ഒരു തടസ്സവും കാണും. ഓക്കെ, അങ്ങനെ ഒരു അതിനെ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയ എന്ന് പറയും. രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ മാത്രം ബീജം ഉൽപ്പാദിക്കപ്പെടും, പിന്നെ തീരെ ബീജമില്ലാത്തൊരവസ്ഥ. ഇങ്ങനെ 3 അവസ്ഥകളാണ് കാണുന്നത്. അപ്പം അതിൽ ഏതവസ്ഥയാണ് മുഹമ്മദിനുള്ളത് എന്നുള്ളത് ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ അവർ പരിശോധിച്ച് കണ്ടുപിടിക്കുകയും അഥവാ ടെസ്റ്റിസിൽ ബീജോൽപാദന സാധ്യത ഉണ്ടെങ്കിൽ ആ ബീജത്തെ ഉപയോഗിച്ച് തീർച്ചയായിട്ടും നമുക്ക് IVF അല്ലെങ്കിൽ ICSI, അതായത് IVFൻ്റെ കുറച്ചും കൂടെ അടുത്ത സ്റ്റെപ്പായിട്ട് വരും ICSI, അതായത് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ എന്ന് പറയും. അതിൽ ഒരു അണ്ടത്തിൽ ഒരു ബീജമെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ ബീജത്തിനെ ഇഞ്ചെക്റ്റ് ചെയ്ത് നമുക്കൊരു ഭ്രൂണത്തെ വളർത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചികിത്സ മുഹമ്മദിന് പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ ഒരു IVF ഡോക്ടറെ കണ്ട് അത് ഉറപ്പിക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മുടെ IVFൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ചും അതിൻ്റെ നൂതന സംവിധാനങ്ങളെക്കുറിച്ചും ഒന്ന് വ്യക്തമാക്കാമോ? IVF ചികിത്സാ രീതി എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്ത്രീകൾക്ക് അണ്ടോൽപാദന മാസത്തിൽ ഒരു പ്രാവശ്യമാണ് നടക്കുന്നത്. നമ്മൾക്ക് IVFനാണെങ്കിൽ കൂടുതൽ അണ്ടങ്ങളെ ഉൽപ്പാദിക്കുന്ന ഹോർമോൺ ഇഞ്ചെക്ഷൻസ് കൊടുക്കേണ്ടി വരും. നമ്മൾ ഒരു അണ്ടാശയത്തെ നമുക്ക് മരുന്ന് കൊടുത്ത് അത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ചില മരുന്നുകൾ കൊടുക്കണം. അതിനുശേഷം കൂടുതൽ അണ്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഹോർമോൺസ് ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഈ ഹോർമോണുകളുടെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ പ്രായത്തെ അനുസരിച്ചും അവരുടെ അണ്ടാശയത്തിലുള്ള റിസർവ് അല്ലെങ്കിൽ എത്ര അണ്ടങ്ങൾ ബാക്കിയുണ്ടെന്നൊക്കെ അനുസരിച്ച് ഒരുപാട് കാര്യങ്ങളെ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഹോർമോൺസിൻ്റെ ഇഞ്ചക്ഷൻ്റെ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത ഡോസ് ഏകദേശം ഒരു 8 മുതൽ 10 ദിവസം വരെ നമുക്ക് സ്ത്രീകൾക്ക് ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടി വരും ഡെയിലി. അതിനുശേഷം അണ്ടങ്ങളുടെ വളർച്ച നോക്കി അതൊരു പ്രത്യേക അളവിലെത്തുമ്പോഴത്തേക്ക് അത് നമ്മൾ അനസ്തീഷ്യ കൊടുത്തോ അല്ലെങ്കിൽ ലോക്കലായിട്ട് അനസ്തീഷ്യ ചെയ്തോ അത് യോനി വഴി നമ്മൾ വലിച്ചെടുക്കുകയാണ് പതിവ്. ആ വലിച്ചെടുത്ത അണ്ടത്തെ നമ്മൾ IVF ലാബിലോട്ട് കൊടുക്കുന്നു. അതേസമയം തന്നെ പുരുഷൻ്റെ ബീജം ഉൽപ്പാദിപ്പിച്ച് ലാബിൽ കൊടുക്കുന്നു. ഇതിൽ നല്ല അണ്ടത്തിനെ എടുത്ത് പുരുഷൻ്റേതാണെങ്കിലും ബീജത്തിനെ വാഷ് ചെയ്ത് അതിലെ ചലനശേഷിയും ആകൃതിയിലുള്ള നോർമലായിട്ടുള്ള ബീജത്തിനെ എടുത്ത് നമ്മൾ ആ ഒരു പെട്രി ഡിഷിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യോജിപ്പിച്ച ശേഷം നമ്മളൊരു ഇൻക്യുബേറ്റർ, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഫാലോപ്പിയൻ ട്യൂബ് പോലെ അത്രത്തോളം സ്റ്റെറിലിറ്റിയുള്ള ഇൻക്യുബേറ്ററിലോട്ട് നമ്മൾ ഈ ബീജത്തിനെയും അണ്ടത്തെയും സങ്കലനം ചെയ്ത ശേഷം ഇൻക്യുബേറ്ററിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം 2ാമത്തെയും 3ാമത്തെ ദിവസം ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു. സാധാരണ രീതിയിൽ 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം വരെ നമ്മൾ ഭ്രൂണത്തെ ഇൻക്യുബേറ്ററിൽ വെച്ച് വളർത്തിയ ശേഷമാണ് തിരിച്ച് സ്ത്രീയുടെ ഗർഭപാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഡോക്ടർ, ഇതിനിടെ ഈ ഒരു ചികിത്സാ രീതികൾക്ക് ഏകദേശം എത്രത്തോളം സമയമെടുക്കും? അതിനൊരു സമയത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞു, ഒരു 10 ദിവസമാണ് സാധാരണ രീതിയിൽ ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നത്. 10 ദിവസം ഇഞ്ചെക്ഷൻസ് കൊടുത്ത ശേഷം ഒരു 36 ഹവേഴ്സിനുള്ളിൽ നമ്മൾ എഗ്ഗ് വലിച്ചെടുക്കുന്നു. അതിനുശേഷം 5 ദിവസം 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം വരെ നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച് വളർത്തുന്നു ഭ്രൂണത്തെ. തിരിച്ച് 3ൻ്റെ അന്നോ 5ൻ്റെ അന്നോണ് നമ്മൾ തിരിച്ച് ഭ്രൂണത്തെ സ്ത്രീയുടെ ഗർഭാശയത്തിലോട്ട് നിക്ഷേപിക്കുന്നത്. അതിനുശേഷം 12 മുതൽ 14 ദിവസം വരെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. നമ്മൾ ഭ്രൂണത്തെ തിരിച്ച് നിക്ഷേപിച്ച ശേഷം ഒരുപാട് നമുക്ക് മരുന്നൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു 12ാമത്തെ ദിവസമോ അല്ലെങ്കിൽ 14ാമത്തെ ദിവസമോ നമ്മുടെ രക്തം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗർഭം ഉണ്ടായോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഏകദേശം 10-14 ഒരു മാസത്തിനുള്ളിൽ തന്നെ IVFൻ്റെ, പക്ഷേ അതിന് മുമ്പുള്ള തയ്യാറെടുപ്പുകൾക്കൊക്കെ കുറച്ച് സമയം ആവശ്യമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 30 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്കൊരു IVF സൈക്കിള് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക ചേരുകയാണ്, മലപ്പുറത്ത് നിന്നും റെജില. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, കോൾ ഡ്രോപ്പായി എന്ന് തോന്നുന്നു. ഡോക്ടർ, ഈ ഒരു IVF ചികിത്സ എന്ന് പറയുമ്പോൾ മാനസികമായി ഈ ചികിത്സ എടുക്കുന്ന ദമ്പതികളുടെ മാനസിക സാഹചര്യം വളരെയധികം പ്രധാനമല്ലേ? അപ്പോൾ ഇങ്ങനെ IVF ട്രീറ്റ്മെൻറ്റിന് തയ്യാറാകുന്ന ദമ്പതികൾ മാനസികമായി എടുക്കേണ്ട കരുതലുകൾ എന്തൊക്കെയാണ്? ഇതിൽ ഞാൻ പറഞ്ഞു, ഇൻഫെർട്ടിലിറ്റി തന്നെ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനാണ്.
അങ്ങനെയുള്ളവർ നമ്മളിപ്പോൾ IVF-ൽ തന്നെ സാമ്പത്തികമായിട്ടും കുറച്ച് നമുക്ക് ചിലവ് വരുന്നൊരവസ്ഥയാണ്. 100% വിജയം പറഞ്ഞിട്ട് ആരും നമുക്ക് ഒരു IVF ചെയ്ത് തരത്തില്ല. അപ്പോൾ അത് പോസിറ്റീവ് ആവുമോ നെഗറ്റീവ് ആവുമോ കുഞ്ഞുങ്ങളുണ്ടാവുമോ എന്നുള്ള ഒരു മാനസിക സംഘർഷം പുരുഷനിലും സ്ത്രീയിലും രണ്ടുപേർക്കും കാണാറുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് എൻഗേജ് ചെയ്യാൻ വേണ്ടി പറയും. രണ്ടാമത് യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് പരിശീലിക്കാവുന്നതാണ്. എല്ലാ IVF സെൻറ്ററിലും 2021 ഈ ഒരു 2021 പുതിയ ART റൂൾ പ്രകാരം മസ്റ്റായിട്ടും ഒരു കൗൺസിലർ, ഒരു നേഴ്സ് കൗൺസിലർ അല്ലെങ്കിൽ കൗൺസിലറിൻ്റെ സഹായം എപ്പോഴും ലഭ്യമാക്കേണ്ടതാണെന്ന് ഉള്ളത് ഈ റൂള് അനുശാസിക്കുന്നുണ്ട്. ആയതിനാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും മാനസിക സംഘർഷം ഉണ്ടെങ്കിൽ അവരെ സമീപിക്കാവുന്നതും ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിശീലിക്കാവുന്നതുമാണ്. ഓക്കെ ഡോക്ടർ, നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ ചിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും പ്രസാദ്. പ്രസാദ് കേൾക്കുന്നുണ്ടോ? ഡോക്ടറോട് ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ട്. ഹലോ, പറയൂ പ്രസാദ്. നമുക്ക് ഇപ്പം ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. 3 വയസ്സ് കഴിഞ്ഞു കുട്ടിക്ക്. അന്നേരം ഇനി ഇപ്പം നോക്കുമ്പോൾ വൈഫിന്റെ അണ്ടത്തിന് അളവ് കുറവാന്ന് പറഞ്ഞിരിക്കുന്നു. ഡോക്ടർ എന്താ പറയാ, ആന്റി മ്യൂറേലിയൻ ഹോർമോൺ AMH എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് കാണും. AMH അതന്നെ 0.73 ആണ് അതിൻ്റെ കാണിക്കുന്നത്. ഓക്കെ, എത്ര പ്രായമായി വൈഫിന്? 25 വയസ്സ്. 25? ഓക്കെ, ഒരു കുഞ്ഞുണ്ട്, 3 വയസ്സ്. 3 വയസ്സ് കഴിഞ്ഞു. ഓക്കെ, എന്താണ് ഡോക്ടർ പറഞ്ഞത്? എനിക്ക് IVF-ലേക്ക് പോകണമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഒരു കുഞ്ഞുണ്ട്, 3 വയസ്സായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ AMH-ൻ്റെ അളവ് വളരെ കുറവാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു അണ്ടത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റിയെയും ബാധിക്കുന്നുണ്ട്, അതിൻ്റെ അളവിനെയും അതിൻ്റെ എണ്ണത്തിനെയും ബാധിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്കാനും കൂടെ ചെയ്യണം. സ്കാൻ ചെയ്ത് അണ്ടാശയത്തിലെ അണ്ടങ്ങളുടെ എണ്ണത്തിൻ്റെ ഒരു കൃത്യത നമുക്കറിയാൻ പറ്റും. ഒരു ട്രാൻസ്വജനൽ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിലും കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് IVF തുടങ്ങിയ ചികിത്സയിലോട്ട് പോകണം. അണ്ടങ്ങളുടെ എണ്ണം കുറവുള്ള ആൾക്കാർ ഗർഭിണിയാവണം എന്ന് നമുക്ക് ഗർഭിണിയാകാൻ വേണ്ടിയിട്ട് IVF വേണമെന്ന് നിർബന്ധമില്ല. തീർച്ചയായിട്ടും ഒരുപാട് കുറയുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കാലമൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ നമ്മുടെ പ്രായം മുമ്പോട്ട് പോകുന്നതനുസരിച്ചിട്ട് AMH-ൻ്റെയും അതേപോലെ തന്നെ അണ്ടോൽപാദന ശേഷി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അണ്ടത്തിലുള്ള കൗണ്ട്, അതായത് AFC-യും ഓരോ വയസ്സ് കൂടുന്തോറും അത് കുറഞ്ഞേ വരത്തുള്ളൂ. അപ്പം ഒരു റീസണബിൾ സമയം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും IVF-ലോട്ട് പോകുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഒരു സ്കാനൊക്കെ എടുത്ത് നോക്കണം. നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. കായംകുളത്ത് നിന്നും ഓമനക്കുട്ടൻ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഓമനക്കുട്ടൻ പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ വിളിക്കുന്ന കായംകുളത്ത് നിന്നാണ്. എൻ്റെ വൈഫിന് ഏതാണ്ട് 45 വയസ്സുണ്ട്. ഞങ്ങൾ IVF പല പ്രാവശ്യം ചെയ്തു. അപ്പോൾ ഇപ്പോൾ AMH തീരെ കുറവാ. ഓക്കെ, 1 താഴെയാണ്. ഓക്കെ. അപ്പോൾ IVF ചെയ്താൽ സക്സസ് റേറ്റ് ഉണ്ടോ ഇല്ലയോ എങ്ങനെ എന്തുവാന്ന് അറിയാനും വേണ്ടി. IVF-നേക്കാളും പ്രാധാന്യം അർഹിക്കുന്നു ഓമനക്കുട്ട. 45 വയസ്സിൽ നേരത്തെ ഇത് കേട്ടോണ്ടിരിക്കുവാണെങ്കിൽ ശ്രദ്ധിച്ചു കാണും. സ്ത്രീകളുടെ പ്രായം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 വയസ്സിനൊക്കെ മേലെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ അണ്ടത്തിൻ്റെ കുറവ് എണ്ണത്തിൽ മാത്രമല്ല, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഗുണമേന്മയിലും വളരെ ഭയങ്കരമായിട്ടുള്ളൊരു കുറവും. അത് മാത്രമല്ല, ഈ ജനിതകമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയേറെ കൂടുതലാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം IVF ചെയ്ത് ഫെയിലിയർ ആണെന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് IVF ചെയ്താലും നമുക്ക് കിട്ടുന്ന അണ്ടങ്ങളുടെ എണ്ണം, അതിൻ്റെ ഗുണമേന്മ, അതിലൂടെ ഉണ്ടാകുന്ന ഭ്രൂണത്തിൻ്റെ ഒരവസ്ഥ, അപ്പോൾ അതും ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ജനിതകമായിട്ടുള്ള ഓരോ അസുഖങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഡൗൺ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് മംഗോളിസം പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. അപ്പം ഇങ്ങനെ ഇപ്പോൾ ഈ അവസ്ഥയിൽ നമുക്ക് IVF ചെയ്താലും നമുക്ക് ഒരുപാട് ടെസ്റ്റുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ
ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇപ്പോൾ ഈ ബാങ്കുണ്ട്, സറഗേറ്റ് ബാങ്കുണ്ട്. ബാങ്ക് വഴി അണ്ടങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അതിന് രജിസ്റ്റേർഡ് ആയിട്ടുള്ള, കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സറഗേറ്റ് ബാങ്കുകളുണ്ട്. അവിടെ വെച്ച് അവിടുന്ന് നമുക്ക് അണ്ടങ്ങൾ കിട്ടും. ആ അണ്ടങ്ങൾ ഉപയോഗിച്ച് ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഞാൻ മേൽപ്പറഞ്ഞ ഈ ഗുണമേന്മ, നമ്മുടെ അണ്ടത്തിനും ഭ്രൂണത്തിനുമുള്ള ഗുണമേന്മയിലും ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിൻ്റെ ഈ ജനിതകമായിട്ടുള്ള റിസ്കുകളും വളരെയേറെ കുറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് ട്രൈ ചെയ്യുന്നതായിരിക്കും ഓമനക്കുട്ടന് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, ഗർഭധാരണത്തിന് ശേഷം സംഭവിക്കാവുന്ന സങ്കീർണതകളെക്കുറിച്ച് കൂടി ഒന്ന് വ്യക്തമാക്കാമോ? IVF ഞാൻ 14ാമത്തെ ദിവസം നമ്മൾ കാർഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ബ്ലഡോ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവാണെന്ന് അറിയുന്നു. സന്തോഷം. IVF ചെയ്തിട്ടുണ്ടാവുന്ന സാധാരണ ഗർഭങ്ങൾ സാധാരണ രീതിയിൽ ഒന്നിലധികം ഉണ്ടാവാറുണ്ട്. IVFൻ്റെ വിജയസാധ്യത നമ്മൾ കുറച്ച് കൂടുവാൻ വേണ്ടിയിട്ടും സാധാരണ രീതിയിൽ നമ്മുടെ നിയമം അനുശാസിക്കുന്നത് 2 ഭ്രൂണം വരെ ഒരു IVF നമ്മൾ തിരിച്ച് നിക്ഷേപിക്കാവുന്നതാണ്. അപ്പോൾ 2 ഭ്രൂണത്തെ നിക്ഷേപിക്കുമ്പോൾ താരതമ്യേന നമുക്ക് ഇരട്ട ഗർഭമുണ്ടാവുന്ന ഒരു അവസ്ഥ കൂടുതലായിരിക്കും. IVF മൂലമുണ്ടാകുന്ന ഗർഭത്തിന് ആവശ്യത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അലസാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. IVF മൂലമുണ്ടാകുന്ന ഗർഭവും സാധാരണ ഉണ്ടാകുന്ന ഗർഭവും തമ്മിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കെയറിൽ നമുക്ക് അമിതമായിട്ടൊന്നും സ്ട്രെസ് ചെയ്യാനോ അമിതമായിട്ട് റെസ്റ്റ് എടുക്കാനോ വിശ്രമം എടുക്കാനോ ഒന്നും നമ്മൾ പറയാറില്ല, അനുശാസിക്കാറില്ല. പക്ഷേ എങ്കിൽ നമ്മൾ ഇത്രയും ഇൻവെസ്റ്റൊക്കെ ചെയ്ത് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഗർഭമാണ്. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള പരിശോധനകൾ ചെയ്യണം. അതുകൂടാതെ തന്നെ സ്കാനിങ് മുറമുറയായിട്ട് ചെയ്യണം. ഡോക്ടർമാർ പറയുന്ന മരുന്നുകൾ, ഞാൻ ഈ പറഞ്ഞ പോലെ അബോർഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ചും ഇരട്ടകളൊക്കെ ആണെങ്കിൽ. അതുകൂടാതെ നമ്മൾ മാസം തികയാതെയുള്ള പ്രസവം, അതുകൂടാതെ വളർച്ച കുറവുള്ള കുഞ്ഞുങ്ങൾ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഈ IVF മൂലമുണ്ടാകുന്ന ഗർഭിണികളിൽ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഗർഭിണിയായ ശേഷം കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും കറക്റ്റായിട്ടുള്ള ചെക്കപ്പ് ചെയ്യുന്നതും വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, സർക്കാർ ആശുപത്രികളിൽ IVFുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സൗകര്യങ്ങളെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? സർക്കാർ ആശുപത്രികളിൽ നമ്മൾ ഇപ്പോൾ 2012 മുതലാണ് SAT ആശുപത്രിയിൽ, അതായത് നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് SAT ട്രിവാൻഡ്രത്ത് IVF സംബന്ധമായിട്ടുള്ള ചികിത്സകൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഏകദേശം 11 വർഷമായി വിജയകരമായി തന്നെ മുമ്പോട്ട് പോകുന്നു. സർക്കാർ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം പുറമെ കോട്ടയം മെഡിക്കൽ കോളേജിലും അതുകൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും IVF അനുബന്ധിച്ചിട്ടുള്ള എല്ലാ ചികിത്സകളും ലഭ്യമാണ്. ഡോക്ടർ, സറോഗേറ്റ് ബാങ്കുകളെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, അതിനെ ഒന്ന് വിശദമാക്കാമോ? 2021 നിയമം വരുന്നതിന് മുമ്പായിട്ട് സാധാരണ രീതിയിൽ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇന്ത്യ ഗവൺമെൻറ് അനുശാസിക്കുന്നില്ലായിരുന്നു. അത് പ്രത്യേകിച്ച് ഒരു ചട്ടക്കൂടിലാക്കി ഇപ്പോൾ ലോക്സഭ പാസ്സാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ലൈസൻസ് എടുത്ത ബാങ്കുകളിൽ മാത്രമേ ഈ സറോഗസി അല്ലെങ്കിൽ വാടക ഗർഭധാരണം അല്ലെങ്കിൽ വാടകയ്ക്ക് അണ്ടങ്ങളെ കൊടുക്കുക അല്ലെങ്കിൽ ബീജം എടുക്കുക, ഇതെല്ലാം കൃത്യമായ രജിസ്റ്ററുകളും കൃത്യമായിട്ടുള്ള ഈ നമ്മൾ ഓരോ ഈ ഡോണറുകളെ പ്രത്യേകം സ്ക്രീൻ ചെയ്ത് ബാങ്ക് വഴി അല്ലാതെ നമുക്ക് IVF ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ 45 അല്ലെങ്കിൽ 40 വയസ്സിലൊക്കെ അണ്ടങ്ങൾ വളരെ കുറവുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദമ്പതിമാർക്ക് ഇങ്ങനെ ഒരു വാടകയ്ക്കല്ല വേറെ പുറമേ നിന്ന് അണ്ടം എടുക്കാതെ അവർക്ക് നല്ലൊരു സക്സസ് റേറ്റ് IVFൽ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ബീജമില്ലാത്തൊരവസ്ഥ. അപ്പോൾ അവർക്കൊരു കുഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ബീജ ബാങ്കിൽ നിന്ന് എടുക്കാനേ പറ്റത്തുള്ളൂ. അണ്ടമില്ലാത്തൊരവസ്ഥ, അത് നമുക്ക് ഇതേപോലെ തന്നെ ഈ സറഗേറ്റ് ബാങ്കിൽ നിന്ന് എടുക്കാനേ പറ്റത്തുള്ളൂ. ഗർഭമാത്രം ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഗർഭിണി ആവാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയുള്ളപ്പോഴത്തേക്ക് നമുക്ക് വാടകയ്ക്ക് ഗർഭപാത്രം, അതായത് സ്ത്രീയൊക്കെ വില്ലിങ് ആണെങ്കിൽ, അപ്പം ഇതെല്ലാം നമ്മൾ ഇപ്പോൾ ബാങ്ക് മുഖേന മാത്രം, അതായത് സറോഗേറ്റ് ബാങ്ക് കേരള സർക്കാരിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റുള്ള ബാങ്ക് മുഖേന മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറ്റകരമായിട്ടുള്ള നടപടിയാണ്. നിയമ നടപടികൾ അവർ ചിലപ്പോൾ
നിയമ നടപടികൾ ചിലപ്പോൾ നേരിടേണ്ടി വരും. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുകയാണ്. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോ മുഹമ്മദ്. പറയാം. ഹലോ സാർ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. പിന്നെ ഈ അടിക്കടി ഗർഭം ഉണ്ടായി പോകുന്നതിന്റെ കാരണങ്ങളൊന്ന് വിശദമായിട്ട് പറഞ്ഞാൽ തിരക്കുള്ള സാറേ. അതായത് ഗർഭിണിയാകുന്നുണ്ട്, അത് അലസി പോകുന്നു, അതാണോ ചോദ്യം? അതെ ഡോക്ടർ, ഓക്കെ, അത് തന്നെയാണ് ചോദ്യം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ആദ്യത്തെ 3 മാസത്തിൽ ആണ് ഗർഭം അലസി പോകുന്നതെങ്കിൽ അതിന് പ്രധാനമായിട്ടുള്ള കാരണം ജനിതകമായിട്ടുള്ള കാരണങ്ങളാണ്. സാധാരണ രീതിയിൽ 1-2 പ്രാവശ്യം അലസി പോകുന്നത് വലിയൊരു പ്രശ്നമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. 3ാമത്തെ പ്രാവശ്യം തീർച്ചയായിട്ടും നമുക്ക് ഗർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുമ്പോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അടിക്കടി ഗർഭം അലസുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യണം. ശരീരത്തിലെ തൈറോയിഡിൻ്റെ അളവുകളിലുള്ള വ്യതിയാനങ്ങൾ, പ്രൊലാക്റ്റിൻ്റെ അളവിലുള്ള വ്യതിയാനങ്ങൾ, കൂടാതെ നമ്മളിപ്പോൾ ഡയബറ്റീസൊക്കെ ഉണ്ടെങ്കിൽ, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അലസാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജനിതകമായിട്ട് പ്രേക്ഷകൻ മനസ്സിലായി എന്ന് കരുതുന്നു. എന്തായാലും ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. IVF-ന്റെ വിജയ സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിച്ചത് തിരുവനന്തപുരം SAT ഹോസ്പിറ്റലിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ ആൻഡ് സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റജി മോഹനാണ്. ഡോക്ടർ താങ്ക് യു. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.